Hi, hello. Now 55 mark questions ആണ് നമ്മുടെ +1 സെക്കൻഡ് ടേമിന്റെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങാം. അതിൽ നമ്മൾ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കുറേ ഡയഗ്രാംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ട്. നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം മെത്തേഡ്സ് ഓഫ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ 3 എണ്ണം ഉണ്ട്. ദാറ്റ് ഇസ് ടെക്സ്റ്റൽ പ്രസന്റേഷൻ, ടാബുലർ പ്രസന്റേഷൻ ആൻഡ് ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ. ഡയഗ്രമാറ്റിക് പ്രസന്റേഷനിലേക്ക് വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഡയഗ്രാം, അതായത് ഹിസ്റ്റോഗ്രാം, ഒജീവ്സ്, സിമ്പിൾ ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം അങ്ങനത്തേക്ക് കിടക്കുന്നത് ഈ ഭാഗത്താണ്. ഇത് രണ്ടും വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് ടെക്സ്റ്റൽ പ്രസന്റേഷൻ എന്ന് കഴിഞ്ഞാൽ ഡാറ്റാസ് ആർ റിട്ടൺ ആൻഡ് റീഡ്, അതായത് നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമ്മൾ റിട്ടൺ ഫോമിൽ എഴുതി വായിക്കുന്നതാണ് നമ്മുടെ ടെക്സ്റ്റൽ പ്രസന്റേഷൻ. പക്ഷേ രണ്ടാമത്തതാണ് ടാബുലർ പ്രസന്റേഷൻ. ടാബുലർ ദ വേർഡ് തന്നെ കൊടുക്കുന്നത് ടാബുലർ ആണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ദ ഡാറ്റാസ് ആർ പ്രസന്റഡ് ഇൻ റോസ് ആൻഡ് കോളംസ്, അതായത് വരിയും നിരയും പട്ടികയും ഒക്കെ വരച്ച് നമ്മൾ വരിയും നിരയുമായിട്ടൊക്കെ ഡാറ്റ പ്രസന്റ് ചെയ്യുന്നതാണ് നമ്മുടെ ടാബുലർ പ്രസന്റേഷൻ. ആ ടാബുലർ പ്രസന്റേഷൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് ക്വാളിറ്റേറ്റീവ്, രണ്ട് ക്വാണ്ടിറ്റേറ്റീവ്, ടെമ്പറൽ ഓർ ക്രോണോളജിക്കൽ ഓർ ടൈം ക്ലാസിഫിക്കേഷൻ ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ സ്പാഷ്യൽ ഓർ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർട്സ് ഓഫ് എ ടേബിൾ പഠിക്കും. ഇതൊരു ടേബിളിന്റെ ഫോർമാറ്റ് ആണ്. ടാബുലർ പ്രസന്റേഷൻ ഒരു ഫോർമാറ്റ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് എ ടേബിൾ ആണ്. ടേബിളിന്റെ വിവിധ ഭാഗങ്ങളാണ്. ആദ്യത്തേത് ടേബിൾ നമ്പർ. ഏതൊരു ടേബിളിനാണെങ്കിലും അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേബിൾ നമ്പർ വേണം. പിന്നെ ടൈറ്റിൽ ഓഫ് ദി ടേബിൾ, യൂണിറ്റ് ഓഫ് മെഷർമെന്റ് വേണം. റോ ഹെഡിങ്, ഇത് വൺ വേർഡ് ചോദിക്കാറുണ്ട്. റോ ഹെഡിങ് ഓൾസോ നോൺ ആസ് ഡാഷ്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റെബ്. അതേപോലെ കോളം ഹെഡിങ് ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ്, വേറൊരു പേരാണ് ക്യാപ്ഷൻ. Okay, then comes body of the table, source note and footnote. ഇതിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇവിടെയും ചാൻസ് ഉണ്ട്. നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ പ്രസന്റ് ചെയ്യുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഇൻ ദ ബോഡി ഓഫ് ദ ടേബിൾ ആണ്. സോ ദീസ് ആർ ദ വേരിയസ് പാർട്സ് ഓഫ് എ ടേബിൾ. Now comes diagrammatic presentation. ഇവിടെയാണ് നമുക്ക് ഡയഗ്രാംസിന്റെ കളി. ഓക്കെ, ഈ ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ജോമെട്രിക് ഡയഗ്രാം, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ജോമെട്രിക് ഡയഗ്രാം, ദെൻ കംസ് ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്. അപ്പോൾ ആദ്യം നമ്മൾ ജോമെട്രിക് ഡയഗ്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് സിമ്പിൾ ബാർ ഡയഗ്രാം ഉണ്ട്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പോണന്റ് ബാർ ഡയഗ്രാം. അതിൽ സിമ്പിൾ ബാർ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സീ ദിസ് എക്സാമ്പിൾ. ഓക്കെ, അത് നമുക്ക് ഒരൊറ്റ വേരിയബിളും ഉള്ളെങ്കിൽ നമുക്ക് എന്ത് വെച്ച് വരയ്ക്കാം? നമുക്ക് സിമ്പിൾ ബാർ ഡയഗ്രത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ഇയർ മാർക്ക് ചെയ്യും, ഇവിടെ നമ്മൾ പ്രൊഡക്ഷൻ മാർക്ക് ചെയ്യും. ഇയർ 1990 ഇവിടെ മാർക്ക് ചെയ്യുക, 1991 ഇവിടെ മാർക്ക് ചെയ്യുക, ദെൻ 1992 ഇവിടെ മാർക്ക് ചെയ്യുക, ദെൻ കംസ് 1993 ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 0 മുതൽ 60 ആണല്ലോ ഹയസ്റ്റ് വാല്യൂ. അപ്പൊ നമ്മൾ 60 വരെ ഈക്വൽ ഡിസ്റ്റൻസിൽ നമ്മൾ 60 വരെ പ്ലോട്ട് ചെയ്യുക. ഇനി 1990 50 ആണ്, അപ്പൊ നമ്മൾ 50യിലേക്ക് കയറ്റുക. ഓക്കെ, 1991 60 അല്ലേ, അപ്പൊ നമ്മൾ 60യിലേക്ക് കയറ്റുക. ഓക്കെ, 1992 ഏതാണ്? 55, ഏതാണ് മിഡിലിൽ പിടിക്കുക. ഓക്കെ, നൗ 1993 എത്രയാണ്? 40. സോ 40. ഇതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. അപ്പൊ ഈ ഓരോ ബാറിനും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഷെയ്ഡ് ചെയ്യുക കേട്ടോ. ഈ ഒരു ബാറിന് ഷെയ്ഡ് ചെയ്യുക, ഡിഫറെന്റ് ഷെയ്ഡ് ഒന്നും വേണ്ട, സെയിം ഷെയ്ഡ് കൊടുക്കുക. ദിസ് ഇസ് സിമ്പിൾ ബാർ ഡയഗ്രാം. നൗ കംസ് പൈ ഡയഗ്രാം ആണ്. നമുക്ക് മൾട്ടിപ്പിളും കോമ്പോണന്റും ഉണ്ട്, അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ പൈ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൈ ഡയഗ്രത്തിനെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഡിവൈഡ് ദ കോമ്പോണൻസ് ഓഫ് ഒരു സർക്കിളിനെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഇതിനെ നമ്മൾ പൈ ചാർട്ട് അല്ലെങ്കിൽ സർക്കിൾ ഡയഗ്രാം എന്ന് വിളിക്കും. ഇതൊരു എക്സാമ്പിൾ കൊടുത്താൽ പൈ ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും കാണാൻ. ഓക്കെ, നൗ മെത്തേഡ്സ് ഓഫ് ഡ്രോയിങ് പൈ ചാർട്ട്. ഇതൊരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നമ്മൾ പൈ ഡയഗ്രാം വരയ്ക്കുന്നതിൻ്റെ സ്റ്റെപ്സ് എന്താന്ന്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കിട്ടിയ വാല്യൂസിനെ, തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. ഒരു റേഡിയസ് വരച്ച് നമ്മൾ ഈ ഓരോ സെഗ്മെന്റും അളന്ന് പ്രൊട്രാക്ടർ വെച്ച് അളന്നെടുക്കണം, ഷെയ്ഡ് ചെയ്യുക. ദാറ്റ്സ് ഓൾ പൈ ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു പൈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഡ്രോ പൈ ഡയഗ്രാം. ഐറ്റംസ് ആണ് ഫസ്റ്റ്, സെക്കൻഡ് കോളത്തിൽ എക്സ്പെൻഡിച്ചർ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് 200 ആണ്. ഇതിന്റെ ടോട്ടൽ തന്നിരിക്കുന്നത് 200ലാണ്. അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ദിസ് ആദ്യത്തെ വാല്യൂ ഡിവൈഡ് ബൈ 200. ദിസ് ഇസ് ടോട്ടൽ. ഇവിടെ എഴുതിയ ടോട്ടൽ ആണ്. ഇൻറ്റു 360. 360ലേക്കാണ്. ഓക്കെ, അപ്പൊ അത് 90 കിട്ടി. പിന്നെ അതേപോലെ അടുത്ത വാല്യൂ 60 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഈ ടോട്ടൽ വെച്ചാണ് എപ്പോഴും ഡിവൈഡ് ചെയ്യേണ്ടത്. ഇൻറ്റു 360. 360ക്ക് ഒരു മാറ്റമില്ല കേട്ടോ. അപ്പൊ 108. അതേപോലെ അടുത്തത് 40 ഡിവൈഡ് ബൈ 200, 360. ഇതാ ഇങ്ങനെ നമുക്ക് വാല്യൂ കിട്ടി. അവസാനം ഇതെല്ലാം അളന്നെടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇത് 360 കിട്ടിയിരിക്കണം. 360 കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? തെറ്റാണ്. ഓക്കെ, അപ്പൊ 360 കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുക.
പിന്നെ നമ്മൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് റേഡിയസ് അങ്ങോട്ടേക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ പ്രൊട്രാക്ടർ ഇവിടെ ഈ റേഡിയസിൽ വെച്ച് ഫസ്റ്റത്തെ നമ്മൾ 90 ഡിഗ്രി മെഷർ ചെയ്യുക. അപ്പൊ 90 ഡിഗ്രി ഇവിടെയാണ് കേട്ടോ. ഇതാണ് എ അല്ലെ. ഇനി അടുത്ത ഏതാണ്? ബി ആണ് നമുക്ക് മെഷർ ചെയ്യാനുള്ളത്. ഇതല്ലേ ബി. ബിക്ക് എത്രയാണ്? 108. അപ്പൊ നമ്മുടെ പ്രൊട്രാക്ടർ ഇവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, പ്രൊട്രാക്ടർ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവെക്കുക. ഈ റേഡിയസിലാണ് ഇനി അടുത്ത പ്രൊട്രാക്ടർ വെക്കേണ്ടത്. ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് മെഷർ ചെയ്യാം? 108. അപ്പൊ 100 108 ഏതാണ്ട് 110ന്റെ അവിടെ വെച്ച് നമ്മൾ 108 മെഷർ ചെയ്തു. ഇതാണ് ബി. ഇനി അടുത്തത് എന്താ ഉള്ളത്? അടുത്ത നമ്മുടെ സി മെഷർ ചെയ്യണം. സിയുടെ വാല്യൂ എത്രയാണ്? സിയുടെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 72 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതാണ് ഇനി അടുത്ത റേഡിയസ്. ഇവിടെയാണ് പ്രൊട്രാക്ടർ വെക്കേണ്ടത്. തിരിച്ചൊന്നും പിടിച്ചേക്കരുത്. ഓക്കെ, മെഷർ ചെയ്യുന്നത് ഏതാണ്? 72. അപ്പൊ ഏതാണ്ട് 70 കഴിഞ്ഞ് 72ലേക്ക് മെഷർ ചെയ്യുക. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം ഇത് സി, ഇത് ഏതാണ്? ഡി ആണ്. അപ്പൊ പ്രൊട്രാക്ടർ വെച്ച് നമ്മൾ ഓരോ ഭാഗവും എന്ത് ചെയ്തു? ഈ ഒരു സർക്കിളിനെ നമ്മൾ ഡിഫറെന്റ് സെഗ്മെന്റ് ആയിട്ട് അങ്ങോട്ടൊക്കെ എന്ത് ചെയ്തിടൂ? ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഇതിന് ഓരോ ഷെയ്ഡ് കൊടുക്കുക. ഇതിനൊരു ഷെയ്ഡ് കൊടുക്കുക, ഇതിന് വേറൊരു ഷെയ്ഡ്, ഇതിന് വേറൊരു ഷെയ്ഡ്, ഇതിന് വേറൊരു ഷെയ്ഡ്. എന്നിട്ട് അതിവിടെ കീ നോട്ടിൽ പ്രസന്റ് ചെയ്യും വേണം. ഓക്കെ, ഇത് എക്ക്, ഇത് ബിക്ക്, ഇത് സിക്ക്, ഇവിടെ ഡിക്ക്. ഇതിൽ എന്ത് ഷെയ്ഡ് കൊടുത്തോ അത് തന്നെ ഇവിടെ മെഷർ ഇവിടെയും ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റുവേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പൈ ഡയഗ്രാം. Now comes histogram. Histogram എന്ന് പറയുന്നത് ചിലപ്പോൾ വരയ്ക്കാനുണ്ടാവും. ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത് 2 dimensional ഡയഗ്രം ആണ്. ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കൊരു കണ്ടിന്യൂസ് ഡാറ്റ, എക്സ്ക്ലൂസീവ് ഡാറ്റ തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറ്റില്ല. കണ്ടോ, 0, 10, 20, 30, 40, 50, 60, 70 എന്ന് പറഞ്ഞ ഡാറ്റ തന്നെ നമുക്ക് വേണം. എക്സ്ക്ലൂസീവ് വേണം. ഇനി ഇൻക്ലൂസീവ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ നോക്കിയേ, 0 to 10 എന്ന് പറഞ്ഞ ക്ലാസ് 5ലേക്കാണ്, 10 to 20 എന്ന് പറഞ്ഞാൽ 10ലേക്ക്, 20 to 30 20ലേക്കാണ് ഫ്രീക്വൻസി, 30 to 40 എന്ന് പറഞ്ഞാൽ 25ലേക്ക്, 40 to 50 20ലേക്ക്. കണ്ടോ, ഇത് അളന്നു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഹിസ്റ്റോഗ്രാം വരച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോഡ് കാണാം. അപ്പൊ നേരെ താഴേക്ക് വരയ്ക്കുക. ഇവിടെ കാണുന്ന വാല്യൂ, ഇവിടെ കിട്ടുന്ന വാല്യൂ ഇല്ലേ, അത് ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 35 ആണ്. അതാണ് വാല്യൂ ഓഫ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്റ്റോഗ്രാം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. ഇനി ഹിസ്റ്റോഗ്രാമും ബാർ ഡയഗ്രവും തമ്മിലുള്ള ഡിഫറൻസസ് അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഹിസ്റ്റോഗ്രാം ബാർ ഡയഗ്രാം ഒരു ജോമെട്രി ഡയഗ്രാം ആണെങ്കിൽ ഹിസ്റ്റോഗ്രാം ഒരു ഫ്രീക്വൻസി ഡയഗ്രാം. ഇവിടെ ബാർ ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റിലും കണ്ടിന്യൂസിലും വരയ്ക്കാം, നോ പ്രോബ്ലം. പക്ഷേ ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് തന്നെ വേണം. ഇനി ബാർ ഡയഗ്രത്തിൽ നമ്മൾ ഹൈറ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ഹൈറ്റും വെയിറ്റും, അതായത് വിഡ്ത്തും അകലവും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് 1 dimensional ഡയഗ്രാം ആണെങ്കിൽ ഹിസ്റ്റോഗ്രാം ഒരു എന്താണ്? 2 dimensional ഡയഗ്രാം ആണ്. ഈ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. Now comes ogives. Ogives and locate median ആണ്. ഡ്രോ ogives അല്ലെങ്കിൽ ഡ്രോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ ലൊക്കേറ്റ് മീഡിയൻ ഗ്രാഫിക്കലി എന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും നമ്മുടെ ogives ആണ് വരയ്ക്കേണ്ടത്. ogievesന്റെ വേറെ പേരാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 2 എണ്ണം ഉണ്ട്, ഗ്രേറ്റർ ദാനും ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ലെസ് ദാനും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. കണ്ടോ, ഡ്രോ ogives വരയ്ക്കാനാണ് പറഞ്ഞത്. നമുക്ക് ക്ലാസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ലെസ് ദാനും കണ്ടുപിടിക്കണം, ഗ്രേറ്റർ ദാനും കണ്ടുപിടിക്കണം. അപ്പൊ ലെസ് ദാൻ കാണണമെങ്കിൽ നമ്മൾ ഏത് ലിമിറ്റ്സ് എടുക്കുക? അപ്പർ ലിമിറ്റ്സ് എടുത്തു. ഞാൻ അപ്പർ ലിമിറ്റ്സ് എടുത്തു. എന്നിട്ട് ഈ ഫ്രീക്വൻസീസ് എല്ലാം ആഡ് ചെയ്ത് കൊണ്ടുവന്നു. ആദ്യത്തെ ഫ്രീക്വൻസി 5 ആണ്. 5ന്റെ കൂടെ 15 ആഡ് ചെയ്ത് 20, 20ന്റെ കൂടെ 20 ആഡ് ചെയ്ത് 40, 40 plus 25 65, 65 plus 10 75, 75 plus 5 80. അങ്ങനെ ഞാൻ ഫ്രീക്വൻസീസ് ആഡ് ചെയ്തു. ഇനി അടുത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഏത് ലിമിറ്റ്സ് എടുക്കണമെന്ന് അറിയോ? ലോവർ ലിമിറ്റ്സ് എടുക്കുമ്പോൾ തെറ്റിപ്പോവരുത്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ്സും, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ്സും. ലോവർ ലിമിറ്റ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രീക്വൻസി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഞാൻ ലെസ് ചെയ്യുക, മൈനസ് ചെയ്യുക. ഞാൻ ആദ്യം ഇവിടെ ഈ ടോട്ടൽ ഫ്രീക്വൻസി എഴുതി 80. ഈ 80 നിന്ന് ഫസ്റ്റ് ഫ്രീക്വൻസി ആയ 5 ഞാൻ കുറച്ചു 75. 75 നിന്ന് അടുത്ത ഫ്രീക്വൻസി 15 ഞാൻ കുറച്ചു 60. 60 നിന്ന് 20 കുറച്ചു 40. 40 നിന്ന് 25 കുറച്ചു 15. 15 നിന്ന് 10 കുറച്ചു 5. ഈ 5 കുറച്ചാൽ ഇവിടെ എനിക്ക് എന്ത് കിട്ടിയിരിക്കണം? 0 കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ ഉത്തരം എന്താണ്? തെറ്റാണ്. ഞാൻ മൈനസ് ചെയ്തതിൽ എവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയഗ്രാം ogives വരയ്ക്കണം. ഓക്കെ, ogives വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ ക്ലാസ് ആണ് മാർക്ക് ചെയ്യുന്നത്. 0, 10, 20, ഓക്കെ 30 ഈക്വൽ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യണം കേട്ടോ. 50 and 60 നമ്മൾ ഫ്രീക്വൻസിയാണ് എഫ് ആക്സിസിലേക്ക് വൈ ആക്സിസിലേക്ക് വരയ്ക്കുന്നത് ഫ്രീക്വൻസിയാണ്. അവിടെ ഹയസ്റ്റ് വാല്യൂ ഇപ്പോൾ ഇത് 25 അല്ലേ. അപ്പൊ ഞാൻ 5, 10, 15, 20 and 25. മക്കളെ, ഇതും നമ്മൾ ഈക്വൽ ഡിസ്റ്റൻസിൽ വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. ആദ്യം നമ്മൾ വരയ്ക്കുന്നത് ഏതാ? ലെസ് ദാൻ ogive ആണ് ആദ്യം വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. ലെസ് ദാൻ ogive വരയ്ക്കാൻ നോക്കിയോ. ആദ്യം 10 5ലേക്ക് മാർക്ക് ചെയ്യുക, 10 5ലേക്ക്, 20 20ലേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, 30 ഏതിലേക്ക് മാർക്ക് ചെയ്യുക?
സോറി ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് എന്താണെന്നറിയോ? ഫ്രീക്വൻസി, ദ ഹയസ്റ്റ് ഫ്രീക്വൻസി മാർക്ക് ചെയ്യേണ്ടത്. സോറി. ഓക്കെ, ഹയസ്റ്റ് ഫ്രീക്വൻസി ഇതിനകത്ത് ഏതാണോ? ഹയസ്റ്റ് ഫ്രീക്വൻസി ഇതിനകത്ത് ഏതാണ്? ഹയസ്റ്റ് ഫ്രീക്വൻസി അല്ല, ടോട്ടൽ നോക്കുക കേട്ടോ. 80. അപ്പൊ ഞാൻ 10, 20, 30 എത്തൂല. അപ്പൊ ഞാൻ ഇത് മാർക്കുന്നു. ഓക്കെ, ടോട്ടൽ ഫ്രീക്വൻസി 80 അല്ലേ, അത് വെച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ഫ്രീക്വൻസി 0, 10, 20, 30, 40, 50, 60, 70 and 80. ടോട്ടൽ ഫ്രീക്വൻസി നോക്കിയിട്ട് മാർക്ക് ചെയ്യണേ. ഓക്കെ, അപ്പൊ ആദ്യത്തത് 10 5ലേക്ക്, 10 5ലേക്ക്, 20 20ലേക്ക്, ഓക്കെ, 30 40ലേക്ക്, ഓക്കെ, 40 65. അപ്പൊ കുറച്ച് കയറ്റിക്കൊള്ളുക. ഓക്കെ, അടുത്തത് 50 ഏതിലേക്കാ? 75. ദ ലാസ്റ്റ് വൺ ഈസ് 80ലേക്ക്. എന്നിട്ട് ഞാൻ ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇത് ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് എന്ത്? ലെസ് ദാൻ ഒജീവ്. ഇനി ഞാൻ അതുപോലെ എന്ത് വരയ്ക്കണം? ഇനി ഞാൻ ഗ്രേറ്റർ ദാൻ, ഇതാണ് ഇനി പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. 0 ഏതിലേക്ക് മാർക്ക് ചെയ്യുക? 80. 10 75ലേക്ക്, ഓക്കെ. അടുത്തത് 20 60ലേക്ക് മാർക്ക് ചെയ്യുക. 60 ഇവിടെ കേട്ടോ, 60ലേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് 30 ഏതിലേക്ക് മാർക്ക് ചെയ്യുക? 30 40ലേക്ക് മാർക്ക് ചെയ്യുക. യെസ്, 40 ഏതിലേക്ക് മാർക്ക് ചെയ്യുക? 15ലേക്ക് മാർക്ക് ചെയ്യുക. 55ലേക്ക് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് എൻ്റെ എന്ത്? മോർ ദാൻ. ഇനി ഞാൻ ഇതിൽ പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് ഒരു വര വരച്ചു. ഇവിടെ കിട്ടുന്ന വാല്യൂ ആണ് എൻ്റെ എന്ത്? മീഡിയൻ. ഇങ്ങനെയാണ് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒജീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്റോഗ്രാം, പൈ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, now the next chapter is human capital formation. That is chapter number 5 ആണ്. നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയുടെ ആണ്. നമുക്ക് ഇന്ത്യൻ ഇക്കോണമിക്ക് അറിയാലോ, ആദ്യത്തെ 7 ചാപ്റ്റർ ഉണ്ട്. പക്ഷെ സെക്കൻഡ് ടേമിലേക്ക് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ്, അങ്ങനെ 3 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ വളരെ വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്റർ ആണ്. പക്ഷെ ഇതിൽ രണ്ട് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. മക്കളെ, ഇത് 2 മാർക്കിനും ചോദിക്കാം, 5 മാർക്കിനും ചോദിക്കാം. 2 മാർക്കിനാണെങ്കിൽ ഈ പോയിന്റ്സ് മാത്രമേ ഇങ്ങോട്ടേക്ക് എഴുതിയെടുക്കുക. 5 മാർക്കിനാണെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഓക്കെ, so what are the various sources of human capital formation? Investment in education, investment in health, job training, migration, information technology. ബാക്കിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഡിറ്റോട്ടാ കണ്ടോ, സെയിം ആണ്. നമ്മൾ എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം ആദ്യം. അതായത് നല്ല ഹ്യൂമൻ റിസോഴ്സസ് ഇവിടെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസം മാത്രം പോരാ, നല്ല ഹെൽത്ത്, അതായത് ഹെൽത്ത് ഫെസിലിറ്റീസ്, നല്ല ആരോഗ്യ മേഖലയൊക്കെ വലുതാവണം. അതേപോലെ ജോബ് ട്രെയിനിങ് കൊടുക്കണം. മൈഗ്രേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഇതാണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഈ ചാപ്റ്ററിന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ്, മെഷീൻസ്, ഇതൊക്കെയാണ് നമ്മുടെ എന്ത്? ഫിസിക്കൽ ക്യാപിറ്റൽ. നേരെ മറിച്ച് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാൽ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, എഞ്ചിനീയർ, ടീച്ചേഴ്സ്, ഇവരൊക്കെയാണ് എന്ത്? ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടാഞ്ചിബിൾ ആണ്. ഇപ്പൊ ഒരു മെഷീനോ ഗുഡ്സ് ഒക്കെ ആയിക്കോട്ടെ, നമുക്ക് ടച്ച് ചെയ്യാം അല്ലെ. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു സർവീസസ്, അല്ലെങ്കിൽ ഡോക്ടർ കൊടുക്കുന്ന സർവീസസ്, ലോയേഴ്സിന്റെയൊക്കെ സർവീസസ് cannot seen and cannot touch. അപ്പൊ ഇതാണ് ഇൻടാഞ്ചിബിൾ എന്ന് ഉദ്ദേശിച്ചത്. നമുക്ക് തൊട്ട് നോക്കാനോ ഒന്നും കാണാനോ കഴിയില്ല. ഇനി ഫിസിക്കൽ ക്യാപിറ്റൽ ഈസ് സെപ്പറബിൾ ഫ്രം ഇറ്റ്സ് ഓണർ. ഫിസിക്കൽ ക്യാപിറ്റൽ, ഒരു ബസ്സാണ് ഫിസിക്കൽ ക്യാപിറ്റൽ, അതിന്റെ ഓണറുമായിട്ട് സെപ്പറേറ്റഡ് ആണ് അല്ലെ. നേരെ മറിച്ച് ഹ്യൂമൻ ക്യാപിറ്റൽ ഓണറുമായിട്ട് സെപ്പറേറ്റഡ് അല്ല. ഇപ്പൊ ഒരു ഡോക്ടറും അയാളുടെ സർവീസസും ഒരുമിച്ച് പോകേണ്ട ഒന്നാണ് അല്ലെ. അല്ലാതെ ഡോക്ടർ അപ്പുറത്തെ റൂമിൽ നിർത്തിയിട്ട് ഇപ്പുറത്തെ റൂമിൽ സേവനം നടക്കൂല കേട്ടോ. അപ്പൊ ഇത് നോക്ക്, ഇത് സെപ്പറേറ്റഡ് അല്ല, വി കനോട്ട് സെപ്പറേറ്റ്. ഇനി ഡിപ്രീസിയേഷൻ ഇൻ യൂസ്, നമ്മളൊരു ഫിസിക്കൽ ക്യാപിറ്റൽ, ഒരു മെഷീൻസ് ആയിക്കോട്ടെ, നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതോറും അതിന് തേയ്മാനം വരും. പക്ഷേ ഹ്യൂമൻ ക്യാപിറ്റൽ എപ്പോഴാണ് തേയ്മാനം വരിക? വിത്ത് ഏജിങ്. നമ്മൾ വയസ്സാവും തോറും കാലും കൈയും ഒക്കെ ഉണ്ടാവും, ഓർമ്മശക്തിയൊക്കെ കുറയും. ഓക്കെ, അത്രയും ഈ ഒരു ചാപ്റ്ററിന് ഈ 2 ടോപ്പിക് നല്ല തറോ ആയിട്ട് പഠിച്ചു വെക്കുക. നൗ കംസ് റൂറൽ ഡെവലപ്മെന്റ്. അതാണ് നിങ്ങളുടെ അടുത്ത ചാപ്റ്റർ, റൂറൽ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ റൂറൽ ഡെവലപ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ റൂറൽ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് നമുക്കിപ്പോൾ ഗ്രാമപ്രദേശങ്ങളുടെ വികസന, റൂറൽ ഡെവലപ്മെന്റ് അന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ ഡെവലപ്മെന്റ് കൊണ്ടുവരണം? ഒരു റൂറൽ ഏരിയ വികസിക്കണമെങ്കിൽ ആദ്യമായിട്ട് ആ സ്ഥലത്തുള്ള ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യണം, വേണ്ടേ? അപ്പൊ അത് ഗ്രാമപ്രദേശങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസവും നല്ലതൊക്കെ കൊടുത്ത് ആ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യണം. അതേപോലെ നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ്, അവിടെ നല്ല ആശുപത്രികൾ,
കമ്പനികളും സാധനങ്ങളൊക്കെ വരണം. അതേപോലെ അവിടെ ഗ്രാമപ്രദേശത്താണ് ഭൂമി, അതായത് കൃഷിക്കാർ അവിടെ ലാൻഡ് റിഫോംസ് കൊണ്ടുവരണം. അതായത് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് മെഷേഴ്സ് കൊണ്ടുവരണം. അതേപോലെ പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, അതായത് ഓരോ ഗ്രാമപ്രദേശത്തും അവിടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും, നാച്ചുറൽ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം, ഗ്രാമപ്രദേശങ്ങളിൽ ഇലക്ട്രിസിറ്റിയും ഇറിഗേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കൊടുക്കണം. അതേപോലെ വേരിയസ് പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരണം. ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പോവർട്ടി ഇറാഡിക്കേഷൻ അല്ലേ. അപ്പൊ അവിടെ എന്ത് കൊണ്ടുവരണം? പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പൊ ഈ മേഖലയിലൊക്കെ നമ്മൾ സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റൂറൽ ഡെവലപ്മെന്റ് സംഭവിക്കും. ഇനി പ്രോബ്ലംസ് ഓഫ് റൂറൽ ഫാമേഴ്സ്. റൂറൽ ഫാമേഴ്സിന്റെ പ്രോബ്ലംസ് എന്താണ്? അവർക്ക് പ്രോബ്ലമേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ദേ ആർ ഡെറ്റ് ബേർഡൻ ആണ്, കടബാധ്യത. കടം വാങ്ങിച്ച് തൊലഞ്ഞിട്ടുണ്ടാവും, അപ്പൊ കടബാധ്യതയാണ്. രണ്ടാമത്തേതായിട്ട് ലോ അഗ്രികൾച്ചർ പ്രൈസ് പ്രോഡക്ട്സ് ആണ്. ഇവര് പാവങ്ങൾ, ഇവരുണ്ടാക്കുന്ന സാധനത്തിന് എന്തല്ല വിലയില്ല, ലോ അഗ്രികൾച്ചർ പ്രൈസ് പ്രോഡക്റ്റ് ആണ്. അതേപോലെ ഹയർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പക്ഷെ ഉൽപാദന ചെലവ് കൂടുതലാണ്, വിത്തായാലും വളമായാലും ഒക്കെ വില കൂടുതലാണ്. അതേപോലെ അവർക്ക് ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല, അതായത് ഉണ്ടാക്കിയ സാധനങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനോ അങ്ങനെയുള്ള ഒരു സൗകര്യവും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല. അതേപോലെ അവിടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസും ഇല്ല, ഓക്കെ, തൊഴിലവസരങ്ങളും ഇല്ല. ഇനി ഇതൊക്കെ മാറാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ റൂറൽ ഏരിയാസിൽ കുറെ ബാങ്കുകളൊക്കെ കൊണ്ടുവന്നു. അതായത് ഫാമേഴ്സിന് ലോൺ ആവശ്യമാണ്, കാരണം ഇവർക്ക് കൃഷിക്ക് ആവശ്യമായ വിത്ത്, വളം ഇതൊക്കെ വാങ്ങിക്കാൻ പൈസ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ പണ്ട് കാലങ്ങളിൽ ഇവർ ഡിപ്പെൻഡ് ചെയ്ത് ആരെയാണ്? മണി ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഈ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരാ. ഇവര് ഒരു പ്രാവശ്യം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഇവർക്ക് ആ കടം വീടൂല, ഇതിങ്ങനെ താങ്ങി ജീവിതാവസാനം വരെ നടക്കണം. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഗവൺമെന്റ് റൂറൽ ഏരിയാസിൽ കുറേ സാധനങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അതിൽ ആദ്യം കൊണ്ടുവന്ന സാധനമാണ് നമ്മുടെ നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ആ ബാങ്കാണ് നമ്മുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ടേംസ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ്, അതായത് ഫാമേഴ്സിന് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ബാങ്കാണ് ദിസ് നബാർഡ്. അവിടെ ഒരുപാട് ബാങ്കുകളുണ്ട്, അതായത് റൂറൽ ബാങ്ക്സ് ഒക്കെ ഉണ്ട്. അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ബാങ്കാണ് നമ്മുടെ ഈ നബാർഡ്. നബാർഡ് സെറ്റപ്പ് ചെയ്തത് 1982 കേട്ടോ. അതുകൂടാതെ എന്ത് വന്നു? ഒരുപാട് വാണിജ്യ ബാങ്കുകൾ, കമേഴ്ഷ്യൽ ബാങ്ക്സ് വന്നു. അതേപോലെ RRB, റീജിയണൽ റൂറൽ ബാങ്ക്സ് വന്നു. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, സഹകരണ സ്ഥാപനങ്ങൾ വന്നു. LDB, ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് വന്നു. അതേപോലെ SSG, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള അതില്ലേ, അവർ വന്നു. അത് മൈക്രോ ക്രെഡിറ്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ കുടുംബശ്രീ കാര്യം. അതായത് ഇവർ വലിയ ലോണുകളൊന്നും അല്ല കൊടുക്കുക, വളരെ കുറഞ്ഞ ലോണാണ്. ഇവർ കുറച്ച് പേര് കൂടിയിരിക്കും, അവരുടെ കയ്യിലുള്ള പൈസ എല്ലാം കൂടെ അവർ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആർക്കാണോ അവരുടെ ഇടയിൽ പൈസ അത്യാവശ്യം അവർക്ക് കൊടുക്കുന്നു. ഒരു ചെറിയ 4%, 2% ഒക്കെ ആയിട്ടാണ് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവുക. ഇത് സാവധാനം തിരിച്ചടച്ചാൽ മതി. അതാണ് SSG കേട്ടോ. ഇത് മാത്രമല്ല, നമ്മുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വുമൺ എംപവർമെന്റ്, അതായത് സ്ത്രീ ശാക്തീകരണം കേട്ടോ. അത് ജനങ്ങൾക്കിടയിൽ ഒരു സമ്പാദ്യശീലം, സേവിങ് ഹാബിറ്റ്സ് ഓഫ് ദ പുവർ, ജനങ്ങളുടെ ഇടയിൽ ഒരു സമ്പാദ്യശീലം വളർത്തുന്ന ഒന്നും കൂടിയാണ് നമ്മുടെ ഈ മൈക്രോ ക്രെഡിറ്റ് സിസ്റ്റം SHG. ഓക്കെ, നൗ കംസ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റോറേജ്, ഗ്രേഡിംഗ്, പ്രോസസിംഗ്, പാക്കിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ്. അതായത് നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുക, അത് സംഭരിച്ചു വെക്കുക, അത് സ്റ്റോർ ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക, അതിനെ നല്ലപോലെ ഗ്രേഡ് ചെയ്യുക, പാക്ക് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, ഈ അങ്ങനെയുള്ള സംഭവത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അഗ്രികൾച്ചർ മാർക്കറ്റിംഗിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആദ്യമായിട്ട് ഫോൾട്ടി വെയിങ്. ഈ ഫാമേഴ്സ് പാവം ഇവരുടെ സാധനങ്ങൾ വിൽക്കാൻ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇവർ നല്ലപോലെ അങ്ങോട്ടേക്ക് പറ്റിക്കും. അതാണ് ഫോൾട്ടി വെയിങ്, അതായത് തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കും. അതേപോലെ നോ കറക്റ്റ് ഇൻഫർമേഷൻ ഓൺ പ്രൈസസ്. പാവം ഫാമേഴ്സിന് സാധനങ്ങളുടെ വിലയെക്കുറിച്ചൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. അപ്പൊ അവരുടെ സാധനത്തിന് വേണ്ടത്ര വില കിട്ടാതെ വരിക ചെയ്യുന്നത്. അതേപോലെ നോ പ്രോപ്പർ സ്റ്റോറേജ് ഫെസിലിറ്റീസ്. നമുക്കറിയാം അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആണ്, നമുക്കതിന് പ്രോപ്പർ സ്റ്റോറേജ് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവില്ലേ. പക്ഷെ പാവം ഫാമേഴ്സിന് എന്തില്ല? ദർ ഇസ് നോ പ്രോപ്പർ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? കുറേ മാർഗങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു. അഗ്രികൾച്ചറൽ, അതായത് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് വരികയാണ്. അതിൽ ആദ്യം ഗവൺമെന്റ് ചെയ്ത എന്താണ്? ക്രിയേഷൻ ഓഫ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്, അതായത് നിയന്ത്രിത വിപണികൾ. ഈ നിയന്ത്രിത വിപണികൾ ഇപ്പൊ ഫിൻകോപ്പ് ഒക്കെ ഇല്ലേ, അതേപോലെ ഈ വിപണികളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവർ സെറ്റപ്പ് ചെയ്തൊരു കമ്മിറ്റിയാണ്. അത് അവരാണ്, അതവിടെ കറക്റ്റ് വെയിറ്റും പ്രൈസും ഒക്കെ ഫാമേഴ്സിന് കിട്ടും. ഇതാണ് റെഗുലേറ്റഡ് മാർക്കറ്റ്സ്. രണ്ടാമതായിട്ട് സഹകരണ ചന്തകളാണ്, കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്
മാർക്കറ്റിംഗ് ആണ്. അവിടെ ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാറ്റഗറീസ് ഒന്നുമില്ല, മിഡിൽ മാൻ ഒന്നുമില്ല. അതേപോലെ ഇത് ബാർഗെയിനിങ് പവർ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ഫാമേഴ്സിനെ കൂട്ടും. കാരണം ഈ മിഡിൽ മാൻ ഉണ്ടാകുമ്പോഴാണ് ഇവരെങ്ങനെ ചൂഷണം ചെയ്യുക. പക്ഷെ ഇവിടെ മിഡിൽ മാൻസ് ഒന്നുമില്ല. ഫാമേഴ്സിന് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സാധനം വിൽക്കാം. അവർ വേണ്ടത്ര അതിന് ആവശ്യമുള്ള എന്താണോ അതിന്റെ പ്രോപ്പർ പ്രൈസ് അത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യും. മൂന്നാമതാണ് പ്രൊവിഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് റോഡ്, റെയിൽവേസ്, ഗോഡൌൺസ് എക്സെട്ര. അതായത് ഫാമേഴ്സിന് നല്ല യാത്രാ സൗകര്യങ്ങൾ, അതായത് റോഡ്, നല്ല റെയിൽവേ, നല്ല വെയർ ഹൗസിംഗ്, സംഭരണശാലകളൊക്കെ കൊടുക്കുക. എന്നാൽ ഫാമേഴ്സിന് അവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാം. ഓക്കെ. അടുത്തതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് പോളിസീസ്. അതായത് ഇപ്പം അഗ്രികൾച്ചർ പ്രൈസിന്റെ വില ഇങ്ങനെ കണ്ടമാനം കുറയുന്ന സമയത്ത് ഗവൺമെന്റ് പറയും യു ഡോണ്ട് വെറി, ആരെടുത്തോളും, ഞങ്ങൾ എടുത്തോളാം, വില കൂട്ടി, ഞങ്ങൾ കുറച്ച് പൈസ കൂട്ടി തന്ന് ഞങ്ങൾ എടുത്തോളാം എന്ന് പറയും. അപ്പൊ അത് ഫാമേഴ്സിന് എന്താണ്, ഒരു വലിയ ആശ്വാസമാണ് അല്ലെ. അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് പോളിസീസ്. പിന്നെ അതേപോലെ FCI ഗോഡൌൺസ്, അതായത് ഈ സാധനങ്ങളൊക്കെ ശേഖരിച്ച് ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഗോഡൌൺസിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് എപ്പോഴാണോ ഫുഡ് ഷോർട്ടേജ് വരുന്നത് അല്ലെങ്കിൽ അപ്പൊ ഇതെടുത്ത് അങ്ങോട്ട് വിതരണം ചെയ്യും. നമ്മുടെ PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ റേഷൻ കടകളും നീതിന്യായ സ്റ്റോറുകളൊക്കെ ഇതിന് എക്സാമ്പിൾ ആണ്. ഈ FCI എന്നാണ് അവർ സാധനങ്ങൾ എടുത്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയും സാധനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് എന്തിനു വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് നന്നാവാൻ, അതായത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന മെഷേഴ്സ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി അതർ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ്, ഇതും അടുത്ത കാലത്തായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ട ഒന്നാണ്. അതർ എമേർജിംഗ് മാർക്കറ്റിംഗ് ചാനൽസ് എന്തൊക്കെയാണ്? അതായത് ചില നമ്മുടെ ഈ രാജ്യത്തെ സ്റ്റേറ്റുകളിൽ ഫാമേഴ്സിന് അവരുടെ സാധനങ്ങൾ നേരിട്ട് മാർക്കറ്റിൽ കൊണ്ടുചെന്ന് വിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില മാർക്കറ്റിന്റെ പേരുകൾ മക്കൾ പഠിക്കണം. അതിൽ ഒന്നാമത്തെ അപ്പിനി മണ്ഡി, റൈത്തു ബസാർ, ഹദാസ്പർ മണ്ഡി, ഉഴുവ സാൻഡീസ്. സാൻഡൽസ് അല്ല, സാൻഡീസ് ആണ് കേട്ടോ, സാൻഡീസ്. ഓക്കെ. ഇനി അടുത്തത് ഡൈവേഴ്സിഫിക്കേഷൻ അഗ്രികൾച്ചർ സെക്ടർ. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫാമേഴ്സ് പാവം ഈ കൃഷി മാത്രം നോക്കി നടക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കൃഷി എന്ന് പറയുന്നത് റെയിൻഫോള്, മഴ കൂടുതൽ ഉണ്ടായാലും മഴ കുറഞ്ഞാലും അത് അഗ്രികൾച്ചറിനെ ബാധിക്കും. ഇറ്റ്സ് എ റിസ്കി ബിസിനസ് നൗ ഡേയ്സ്. അപ്പൊ അതുകൊണ്ട് ഫാമേഴ്സ് എന്ത് ചെയ്യണം, ഡൈവേഴ്സിഫിക്കേഷൻ ഒന്ന് മാറി പിടിക്കണം കേട്ടോ. ഇനി ഡൈവേഴ്സിഫിക്കേഷൻ ഏതൊക്കെ രീതിയിലെന്ന് വെച്ചാൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് ഉണ്ട്. സാധാരണ കൾട്ടിവേറ്റ് റൈസും വീറ്റിനും പകരം ഫാമേഴ്സ് ഒന്ന് മാറി വേറെ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക. രണ്ടാമത്തത് ഷിഫ്റ്റ് ഓഫ് വർക്ക് ഫോഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു അതർ അലൈഡ് ആക്ടിവിറ്റീസ്. അതായത് അഗ്രികൾച്ചർ കൂടാതെ മറ്റുള്ള ഇതിലേക്കും കൂടെ മാറി ചിന്തിക്കുക. അതായത് ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചർ ഇതിലേക്കും കൂടെ മാറി ചിന്തിക്കുക കേട്ടോ. അതും കൂടെ ചെയ്തിരിക്കണം. അതാണ് ഓക്കെ. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നിങ്ങൾ പഠിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് ആണ്. അപ്പോൾ എന്താണ് ഓർഗാനിക് ഫാമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ് ആണ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഇക്കോളജിക്കൽ ബാലൻസ്. അതായത് നമ്മൾ മറ്റേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ പെസ്റ്റിസൈഡ്സോ കീടനാശിനികളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വെറും ജൈവ ബയോ ഫെർട്ടിലൈസേഴ്സ് അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓർഗാനിക് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ ഇക്കോ ഫ്രണ്ട്ലി ഫാമിംഗ് ആണ്. നമുക്ക് യാതൊരു തരത്തിലുള്ള പൊല്യൂഷനും, നോ പൊല്യൂഷൻ, ഇത് ഒരു പൊല്യൂഷനും എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല കേട്ടോ. ഓർഗാനിക് ഫാമിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് മെയിൻറ്റെയിൻസ് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. അതേപോലെ ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി പൊല്യൂഷൻ. കാരണം സോയിൽ പൊല്യൂഷനോ എയർ പൊല്യൂഷനോ ഒന്നും ഉണ്ടാക്കുന്നില്ല. ബിക്കോസ് വി ആർ നോട്ട് യൂസിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹിയർ. നൗ ഓർഗാനിക്കലി പ്രോഡക്റ്റിന് ഹൈ ഡിമാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വരുമാനം കിട്ടും. ഹൈ ന്യൂട്രീഷണൽ വാല്യൂ ആണ് കേട്ടോ. ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത കമ്മോഡിറ്റി ന്യൂട്രീഷണൽ വാല്യൂ ആണ്. അതേപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഹൈ ഡിമാൻഡ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഓർഗാനിക്കലി പ്രൊഡ്യൂസ്ഡ് കമ്മോഡിറ്റീസിന് വില കൂടുതലാണ്. അതേപോലെ ഇതിന് ഡീമെറിറ്റ്സ് ഉണ്ട്. ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങളുടെ ലൈഫ് വെറും ഷോർട്ടാണ്, പെട്ടെന്ന് നശിച്ചു പോകും ഇത്. അതേപോലെ പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ തെളിച്ചുണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോഡക്റ്റിന്റെ അത്ര പ്രൊഡക്ഷൻ ഒന്നും ഇവിടെ ഉണ്ടാവണമെന്നില്ല നമ്മുടെ ഓർഗാനിക് ഫാമിങ്ങിൽ. മാത്രമല്ല ഹൈ പ്രൈസ് ആണ് സാധനത്തിന്, എന്താണ്, വളരെ വിലയും കൂടുതലാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം പറയണം, ഹോർട്ടിക്കൾച്ചർ. അത് വൺ വേർഡ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഹോർട്ടിക്കൾച്ചർ എന്നാൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹോർട്ടിക്കൾച്ചർ എന്ന് വിളിക്കുന്നത്. അതിലുണ്ടായ വർധനവിനെ വിളിക്കുന്ന പേരാണ് ഗോൾഡൻ റവല്യൂഷൻ. ഇത് വൺ വേർഡ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഗോൾഡൻ റവല്യൂഷൻ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വാട്ട്? ഹോർട്ടിക്കൾച്ചർ. ഓക്കെ. Now comes the next chapter, that is employment, growth, informalization and other issues ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ essay ക്വസ്റ്റ്യൻ ഒന്നും ഇതിൽ ചോദിച്ച് കാണാറില്ല. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ, 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് സോ സിമ്പിൾ. See this first one. ഇത് എംപ്ലോയ്മെന്റ് മീൻസ് എന്താണ്? എംപ്ലോയ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മീൻസ് ഓഫ് ജനറേറ്റിംഗ് ഇൻകം ആണ്. നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മീൻസ് ആണ് നമ്മുടെ എന്ത്
എംപ്ലോയ്മെന്റ്. ഇതിൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പീപ്പിൾ ഇൻ എംപ്ലോയ്മെന്റ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീപ്പിൾ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. എന്താണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോട്ടൽ വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചു വയ്ക്കുക. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്താണെന്ന് ടോട്ടൽ വർക്കേഴ്സ് ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ഇൻറ്റു 100. ഡാറ്റാസും ടേബിൾ ഒന്നും പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നൗ കംസ് റീസൺസ് ഫോർ ദ ലോവർ വർക്ക് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ഏത് സെക്ടർ എടുത്ത് നോക്കുകയാണെങ്കിലും പെണ്ണുങ്ങളുടെ ജോലി ചെയ്യുന്ന ആളാണ്. പെണ്ണുങ്ങൾ കുറവാണ് ജോലി ചെയ്യുന്നത്. എല്ലാ സ്ഥലത്തും ആരാണ് കയറി പറ്റിയിരിക്കുന്നത്? ജെൻസ് കേട്ടോ. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ ജോലിക്ക് അധികം പോകാത്തത്? ഒന്നാമത്തത് പലർക്കും അവരുടെ ഭാര്യമാരെ ഹൗസ് വൈഫായിട്ട് കാണാനാണ് ഇഷ്ടം. അതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് ചില സാമൂഹികമായിട്ട് പെണ്ണുങ്ങൾ ജോലിക്ക് പോയാൽ നല്ലതല്ല, അങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ ഇവർക്ക് ലിറ്ററസിയും കുറവാണ്, എഡ്യൂക്കേഷനും ഇല്ല, പിന്നെ ജോലി കിട്ടുമോ? ഓക്കെ, പിന്നെ അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് വുമൺ എംപ്ലോയ്മെന്റ് ബിക്കോസ് ദേ ആർ നോട്ട് പെയ്ഡ് ഫോർ വർക്ക് ഇൻ ദിയർ ഹോം. അതേപോലെ പെണ്ണുങ്ങളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുക, കാരണം വീട്ടിൽ ജോലി ചെയ്താൽ പൈസയൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ അണ്ടർ എസ്റ്റിമേഷൻ ഓഫ് വുമൺ എംപ്ലോയ്മെന്റ്, അവർ ജോലിക്ക് പോയാലും പൈസ കിട്ടില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. അതേപോലെ ലെസ് സെക്യൂരിറ്റി വർക്ക് പ്ലേസ്, അതായത് അവർക്ക് ജോലി സ്ഥലത്തും എന്തില്ല, സെക്യൂരിറ്റി ഇല്ല. ഇനി അടുത്തതാണ് കാറ്റഗറൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നമ്മുടെ ഇവിടുത്തെയുള്ള വർക്കേഴ്സിനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാഷ്വൽ വർക്കേഴ്സ്, സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്, റെഗുലർ സാലറി. കാഷ്വൽ വർക്കേഴ്സ് എന്നാൽ ദേ വർക്കിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഡെയിലി വേജ് ആണ്. അതായത് നിത്യക്കൂലി, അതായത് ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നവരാണ് കാഷ്വൽ വേജ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ്. ആരാണ് ഈ സെൽഫ് എംപ്ലോയിഡ്? ദോസ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ഇൻ ദെയർ ഓൺ എന്റർപ്രൈസസ്. സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തി നമ്മൾ ഉപജീവനമാർഗം കണ്ടെത്തുന്നവരെയാണ് നമ്മൾ സെൽഫ് എംപ്ലോയിഡ് എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്തൊരു കാറ്റഗറി ഉണ്ട്, റെഗുലർ സാലറീഡ് ആണ്, സ്ഥിര വരുമാനക്കാരാ. ഇവർക്ക് എന്തുണ്ടാവും? നല്ല ജോലി ഉണ്ടാവും, സാലറിയും കിട്ടും. അവരെയാണ് നമ്മൾ റെഗുലർ സാലറി. അപ്പൊ നമ്മുടെ ഇവിടെയുള്ള വർക്ക് ഫോഴ്സിനെ നമ്മൾ ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കാഷ്വൽ വേജ് വർക്കേഴ്സ് എന്നും, അതേപോലെ സെൽഫ് എംപ്ലോയിഡ് എന്നും, ആൻഡ് റെഗുലർ സാലറീഡ് എന്നും കേട്ടോ. ഇനി സെക്ടർ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ആണ്. നമുക്കിവിടെ 3 സെക്ടേഴ്സ് ഉണ്ട്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് സർവീസ് സെക്ടർ. അതായത് പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് ആണ്, ഇൻഡസ്ട്രീസ് ആണ്. ഓക്കെ, പിന്നെ മൂന്നാമത്താണ് സർവീസ് സെക്ടർ. അവിടെ നമ്മുടെ വരുന്നത് ടെറിഷറി സെക്ടർ എന്ന് നമ്മൾ വിളിക്കും. അവിടെ ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, ബാങ്കിങ്, ഇൻഷുറൻസ് ആണ് അത്. ഓക്കെ, ഇനി ഇവിടെ ഒരു 1 വേർഡ് ഉണ്ട്, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. അതായത് നമ്മുടെ ഈ റെഗുലർ സാലറിന്നും കണ്ടോ, റെഗുലർ സാലറിന്നും ഈ സെൽഫ് എംപ്ലോയ്മെന്റിനും റെഗുലർ സാലറിയിൽ നിന്നും ആൾക്കാർ എങ്ങോട്ട് മാറുന്നു? ആൾക്കാര് ഇങ്ങോട്ട് മാറുന്നു. അതായത് ഈ കാഷ്വൽ വേജ് വർക്കേഴ്സ് ഇവരും ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവരും ഇങ്ങോട്ടേക്ക് വരുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എക്സാമ്പിൾ ആണ് കാഷ്വലൈസേഷൻ. പിന്നെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ജോബ് ലെസ് ഗ്രോത്ത്. അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഡിഫൈൻ ജോബ് ലെസ് ഗ്രോത്ത്. എന്താണ് ജോബ് ലെസ് ഗ്രോത്ത് എന്ന്? ജോബ് ലെസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ GDP. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മതി. ഇൻക്രീസ് ഇൻ GDP ഒക്കെ കൂടുന്നുണ്ട്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി ഇൻക്രീസസ്. പക്ഷേ എന്തില്ല? നോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ തൊഴിലവസരങ്ങൾ, നോ എംപ്ലോയ്മെന്റ്, തൊഴിലവസരങ്ങളില്ല. നമ്മുടെ രാജ്യം വികസിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ വികസിക്കുന്നുണ്ട്. രാജ്യം ഇഷ്ടംപോലെ സാധനവും സേവനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ആനുപാതികമായിട്ട് എന്തില്ല? നോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസിങ്. അതായത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. ഇതിനെ വിളിക്കുന്ന ഈ ഒരു സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ജോബ് ലെസ് ഗ്രോത്ത് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഫോർമലൈസേഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ്. ഇൻഫോർമലൈസേഷൻ, ഇവിടെ നമ്മൾ 2 കാറ്റഗറീസ് വർക്ക് ഫോഴ്സ് പഠിക്കുന്നുണ്ട്, ഓർഗനൈസ്ഡും അൺഓർഗനൈസ്ഡും, അല്ലെങ്കിൽ ഫോർമലും ഇൻഫോർമലും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഓർഗനൈസ്? ഇത് ഡിഫറൻസസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ പബ്ലിക് സെക്ടർ, ഗവൺമെന്റും അതേപോലെ പ്രൈവറ്റ് സെക്ടർ ഉണ്ട്. പക്ഷെ അവിടെ 10ൽ കുറയാതെ തൊഴിലാളികൾ വേണം. മാത്രമല്ല ഇവർ ഹയർ വേജ്, ഇവർക്ക് നല്ല വരുമാനമുണ്ട്, നല്ല സാലറി ആയിരിക്കും. നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരെ അലിച്ചാൽ മതി, നല്ല സാലറി ആയിരിക്കും. അതേപോലെ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ്, പെൻഷൻ കാര്യങ്ങൾ ഉണ്ടാവും. അതേപോലെ അവർക്ക് എന്തുണ്ട്? ജോബ് സെക്യൂരിറ്റി ഉണ്ട്. ബാർഗെയിനിങ് പവർ കൂടുതലാണ്. ശമ്പളം കൂടുതൽ ചോദിച്ചാൽ ചിലപ്പോൾ കൊടുക്കും കേട്ടോ. ബാർഗെയിനിങ് പവർ ഈസ് വെരി ഹൈ ആണ്. അതേപോലെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല. എക്സാമ്പിൾ ആണ് റെഗുലർ സാലറി എംപ്ലോയീസും ഡോക്ടേഴ്സ് ആൻഡ് ലോയേഴ്സ്. പക്ഷേ നമ്മുടെ അൺഓർഗനൈസ്ഡ് സെക്ടർ നോക്കിയ പാവം ഇവരാരാന്നറിയോ? ഫാമേഴ്സ് ആണ്. അതായത് all other production units other than organized sector comes under unorganized. അതായത് ഓർഗനൈസ്ഡിൽ പെടാത്ത ബാക്കി എല്ലാ കാറ്റഗറീസും വരുന്ന കാറ്റഗറിയാണ് ഏത്? അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്. ഫാമേഴ്സ് അവരൊക്കെയാണ്, മാർജിനൽ ഫാമേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. അവർക്ക് ലോവർ വേജ് റേറ്റ് ആണ്, അവർക്ക് ഒരു ബെനിഫിറ്റ്സും ഇല്ല കേട്ടോ. പാവങ്ങളാണ്. നോ ഇൻസെക്യൂരിറ്റി ഇൻ ജോബ്, ഏത് സമയത്ത് ജോലി എന്ന് വേണമെങ്കിൽ പുറത്താവാം. അതേപോലെ ലെസ് ബാർഗെയിനിങ് പവർ, വില പേശാനൊന്നും ആരുമില്ല. ഇവർക്ക്
ഒരു ട്രേഡ് യൂണിയൻ ഒന്നും ഉണ്ടാക്കാനുള്ള എന്താ പറയാ സമ്മതമില്ല, നോ ബാർഗെയിനിങ് പവർ. അതേപോലെ ഇവരെ നല്ലപോലെ എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്, ദി എക്സ്പ്ലോയിറ്റ്. അതേ എക്സാമ്പിൾ ആണ് അഗ്രികൾച്ചർ ലേബറേഴ്സ്, ഡെയിലി വേജ് വർക്കേഴ്സ്. ഇവരൊക്കെ അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പെടുന്നവരാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. നമ്മുടെ ഇവിടെ ബെറ്റർ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഇക്കണോമിക് കണ്ടീഷൻ വർക്കേഴ്സ് ഷുഡ് മൂവ് ടു ദ ഫോർമൽ സെക്ടർ. നല്ല ഇക്കണോമിക് നല്ല സോഷ്യൽ കണ്ടീഷൻ വേണമെങ്കിൽ നമ്മൾ എവിടെ വർക്ക് ചെയ്യണം, ഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യണം. പക്ഷേ നമ്മുടെ രാജ്യത്ത് എന്താ, മോർ വർക്കേഴ്സ് ആർ എംപ്ലോയിഡ് ഇൻ ഇൻഫോർമൽ സെക്ടർ. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഒരുവിധ ആൾക്കാരൊക്കെ വർക്ക് ഫോഴ്സ് ഒക്കെ ഉള്ള സെക്ടർ ഏതാണ്, ഇൻഫോർമൽ സെക്ടറിലാണ്. കാരണം എന്താണ്, ദിസ് ഇസ് കോൾഡ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. അപ്പോൾ ഫോർമൽ സെക്ടറിലല്ല ഭൂരിഭാഗം ആൾക്കാരും ചെയ്യുന്നത്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇൻഫോർമൽ സെക്ടർ. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. ഓക്കെ, ഹലോ ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോകട്ടോ. നിർബന്ധമായിട്ട് ഇതെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, എടാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഫൈൻഡ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. എന്താ ചോദിച്ചിട്ടുള്ളത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ QD കാണാൻ. എന്താ ചോദിച്ചിട്ടുള്ളത്, QD കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഇത് എന്ത് സീരീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ഇതെല്ലാവർക്കും അറിയാം ഇത് എന്ത് സീരീസ് ആണ്, ഇൻഡിവിജ്വൽ സീരീസ് ആണ് അല്ലേ. ഇൻഡിവിജ്വൽ സീരീസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാണാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, QD കാണാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കുക, QD എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയം കണ്ടുപിടിക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, QD കണ്ടുപിടിക്കുന്നതും. ഓൾമോസ്റ്റ് ഒരേ ഫോർമാറ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ നോക്കുക, QD കാണാനുള്ള ഇക്വേഷൻ എന്താ നിങ്ങൾ നോക്കുക. QD കാണാനുള്ള ഇക്വേഷൻ QD ഈസ് ഈക്വൽ ടു എന്താണ്, Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് എന്ത്, QD കാണാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ കേട്ടോ, ഏറ്റവും ഫണ്ടമെന്റൽ ഇക്വേഷൻ Q3 മൈനസ് Q1 ഡിവൈഡഡ് ബൈ 2. ഇവിടുന്ന് നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം, Q1 കണ്ടുപിടിക്കണം, Q3 കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനിലെ വാല്യൂസ് നമ്മൾ എന്താണ്, ഒരു കണക്ഷൻ ഒന്നുമില്ല, ഒരു ഓർഡർ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അറേഞ്ച് ദ ഡാറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, അറേഞ്ച് ദ ഡാറ്റ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സ്റ്റെപ്പ് 1 എന്താണ്, അറേഞ്ച് ഡാറ്റ. അറേഞ്ച് ഡാറ്റ, ഡാറ്റ അറേഞ്ച് ചെയ്യുക കേട്ടോ, ഡാറ്റ അറേഞ്ച് ചെയ്യുക. ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്, 1. അടുത്ത എത്രയാണ്, 1 കഴിഞ്ഞിട്ട് 2 ഉണ്ട്, 3 ഉണ്ടോ ഇല്ല, 4 ഉണ്ടോ ഇല്ല, അടുത്ത എത്രയാണ് 5, 6 ഉണ്ടോ, 6 ഇല്ല, 7 ഇല്ല, 7 ഉണ്ട്, പിന്നെ എത്രയാണ് 8 ഉണ്ടോ ഇല്ല, 9 ഉണ്ട്, 10 ഉണ്ട്, പിന്നെന്താണ് 11 ഉണ്ട്, പിന്നെ ഏതാണുള്ളത് 12 ഇല്ല, 13 ഇല്ല, 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, 17 ഉണ്ട്, 17, പിന്നെ 18, 19 ഒന്നും ഇല്ല. പിന്നെ ഉള്ളത് നമുക്ക് 20ഉം 28ഉം ആണ് കേട്ടോ, 20ഉം 28ഉം ഈ വാല്യൂസ് ആണല്ലോ കേട്ടോ. ഏതോ ഒരു സംഖ്യ നമ്മൾ മിസ് ചെയ്തു, 1, 2, പിന്നെ എത്രയാണ് 5, ഒരു സംഖ്യ കൂടെ ഉണ്ട് 40, 28 കഴിഞ്ഞിട്ട് 40. ഇത്രയും സംഖ്യകളാണ് നമുക്കുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു, ഡാറ്റ അറേഞ്ച് ചെയ്തു കേട്ടോ, ഡാറ്റയെ അറേഞ്ച് ചെയ്തു. ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, ഫസ്റ്റ് Q1 കണ്ടുപിടിക്കുക. എടാ Q1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, Q1 ഈസ് ഈക്വൽ ടു n പ്ലസ് 1 ബൈ 4th ഐറ്റം. QD ആയതുകൊണ്ട് എന്താണ്, n പ്ലസ് 1 ബൈ 4th ഐറ്റം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, n എത്രയാ, ഇവിടെ എത്ര എണ്ണം ഉണ്ടടാ, എത്ര എണ്ണം സംഖ്യകളുണ്ട്, 1 2 3 4 5 6 7 8 9 10 11, 11 സംഖ്യകളുണ്ട്. അപ്പൊ n നമുക്ക് കിട്ടി എത്രയാണ്, 11. എത്ര എണ്ണമുണ്ട്, എത്ര എണ്ണം സംഖ്യകളുണ്ട്, ഇതിനാണ് നമ്മൾ എന്താ പറയാ, n എന്ന് പറയാം. അപ്പൊ 11 സംഖ്യകളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, n പ്ലസ് 1 ബൈ 4th ഐറ്റം, 11 പ്ലസ് 1 ബൈ 4th ഐറ്റം കേട്ടോ. 11 പ്ലസ് 1 ബൈ 4th ഐറ്റം എത്രയാണ്, 12 ഡിവൈഡഡ് ബൈ 4th ഐറ്റം, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 12 ഡിവൈഡ് ബൈ 3 എത്രയാടാ, 3rd ഐറ്റം. 3 അല്ല ആൻസർ, 3rd ഐറ്റം. മൂന്നാമത്തെ ഐറ്റം ഏതാണ്, 1 2 3. മൂന്നാമത്തെ ഐറ്റം ഏതാണ്, ഈ 5 ആണ്. അപ്പൊ നമ്മുടെ Q1 എത്രയാണ്, 5 ആണ്. Q1 എത്രയാണ്, 5 ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, Q1 കിട്ടി. അടുത്ത് നമ്മൾ എന്ത് കാണണം, Q3 കാണണം. Q3 കാണാൻ വളരെ എളുപ്പമാണ്. നോക്കുക, Q3 is equal to ഇക്വേഷൻ എന്താ, 3 into n plus 1 by 4th ഐറ്റം. 3 into n plus 1 by 4th ഐറ്റം. എടാ ഒന്നുമില്ല, നമുക്ക് കിട്ടിയിട്ടുള്ള n plus 1 by 4th ഐറ്റം എത്ര, n plus 1 by 4th ഐറ്റം എത്രയാണ്, n plus 1 by 4th ഐറ്റം എന്ന് വെച്ചാൽ എത്രയാണത്, 3rd ഐറ്റം എന്നുള്ളതാണ്. n plus 1 by 4th എന്ന് വെച്ചാൽ എത്രയാണ്, 3rd ഐറ്റം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 3 into 3rd ഐറ്റം കേട്ടോ, 3 into 3rd ഐറ്റം.
ഈ n+1/4 ഐറ്റം എന്ന് വെച്ചാൽ എത്രയാണ്? തേർഡ് ഐറ്റം. അതിനെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് എത്ര കിട്ടും? 9th ഐറ്റം എന്ന് കിട്ടും കേട്ടോ. 9th ഐറ്റം. എടാ 9ാമത്തെ ഐറ്റം ഏതാ? എണ്ണി നോക്ക്. 1 2 3 4 5 6 7 8 9 20. അപ്പൊ എത്ര കിട്ടും? 20 കിട്ടി. QD എത്ര കിട്ടി? Q3 എത്ര കിട്ടി? 20 കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ? ഇക്വേഷനിൽ ജസ്റ്റ് ഒന്ന് പുട്ട് ചെയ്ത് കൊടുക്കുക. എത്രയാണ്? QD = Q3 എത്ര? 20 മൈനസ് Q1 എത്രയാ? Q1 എത്രയാ? 5 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഇക്വൽ ടു എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 7.5 നമ്മുടെ QD കിട്ടി. എടാ ഇമ്പോർട്ടൻറ്റ്, ഇതെങ്കിലും പഠിച്ച് നിങ്ങൾ പോണേ, പഠിച്ച് വെച്ചേക്കണേ, പഠിച്ച് സെറ്റ് ആക്കണേ. QD കാണാനുള്ള ഇൻഡിവിജ്വൽ സീരീസിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. എടാ ഇത് എന്ത് സീരീസ് ആണത്? ഇതെന്ത് സീരീസാ? ഇത് ഇൻഡിവിജ്വൽ അല്ല, ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. ഇത് ഡിസ്ക്രീറ്റ് സീരീസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെന്ത് സീരീസ് ക്വസ്റ്റ്യൻ ആണ്? ഡിസ്ക്രീറ്റ് സീരീസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഇത്രയും വലിയ ഗ്യാപ്പ് ആയി പോയില്ലേ ക്വസ്റ്റ്യന്, നമുക്ക് എന്ത് ചെയ്യാം? നടുവിൽ എടുത്ത് എഴുതാം. സിമ്പിൾ ആയിട്ട് എന്ത് എഴുതാം? എക്സ് ഉണ്ട്, പിന്നെ നമുക്ക് ആരാ വന്നിട്ടുള്ളത്? എഫ് അല്ലെ. ഈ എഫിനെ എവിടേക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാണ് കേട്ടോ. ഈ ജസ്റ്റ് ഈ വാല്യൂസ് എവിടേക്ക് എടുത്ത് എഴുതാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഭാഗം ഒന്ന് വെട്ടിക്കളയാം. ഇത് നമുക്ക് വേണ്ട. ഓക്കെ, ഇതെന്ത് ചെയ്യാം? നമ്മൾ ഇവിടേക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എഴുതിയെന്നുള്ളൂ. നിങ്ങൾ നോക്കാം. എഫ് എത്രയാ? 10 15 10 15 പിന്നെ എത്രയാണ്? 10 15 5 8 2 5 8 2. ഇതെന്ത് സീരീസ് ആണ്? ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. സീരീസ് ഏതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സീരീസ് ഐഡന്റിഫൈ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇത് സോൾവ് ചെയ്യാൻ പറ്റൂല. സീരീസ് ഐഡന്റിഫൈ ചെയ്താൽ ഏത് ഇക്വേഷൻ, ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുള്ളൂ. എടാ മീഡിയൻ ആണ് കാണേണ്ടത്. ഏത് സീരീസ് ആണ്? ഡിസ്ക്രീറ്റ് ആണ്. മീഡിയൻ ആണോ? ഡിസ്ക്രീറ്റ് സീരീസ് ആണോ? അവിടെ ആരുടെ കടന്നു വരവാണ്? ഇനി ആരുടെ വരവാണ്? എഫ് അല്ല, CF. എഫിന്റെ പിൻഗാമി ആരാണത്? CF. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ വന്ന് ഒന്നുമില്ല. ഓക്കെ, കൂട്ടിക്കൊടുക്കുക, വാല്യൂസ് കൂട്ടിക്കൊടുക്കുക, വാല്യൂസിനെ ആഡ് ചെയ്ത് പോവുക. ഓക്കെ, ഫസ്റ്റ് CF എത്രയായിരിക്കും? 10 തന്നെ ആയിരിക്കും. അതിന് കൂടെ എന്ത് കൂട്ടുക? 10 + 15 25 25 + 5 30 30 + 8 38 38 + 2 40. ഇത്രയേ ഉള്ളൂ. ഇത്ര ചെയ്താൽ മതി. ജസ്റ്റ് വാല്യൂസ് കൂട്ടി പോവാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഞാൻ വാല്യൂസ്, ഇവിടുത്തെ വാല്യൂസ് ഹൈഡ് ചെയ്യണ്ടേ. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ നോക്കുക, വാല്യൂസ് എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ ഇവിടെ എഴുതാം. എന്താ നമ്മുടെ ഇക്വേഷൻ? മീഡിയൻ ഈസ് ഇക്വൽ ടു n+1/4th ഐറ്റം. n+1/2th ഐറ്റം കേട്ടോ. മീഡിയൻ കാണാൻ ഇക്വേഷൻ എന്താണ്? മീഡിയൻ ഈസ് ഇക്വൽ ടു n+1/2th ഐറ്റം. മീഡിയനും QD മാറിപ്പോവരുതേ. n+1/2th ഐറ്റം ആണ് ഇത് മീഡിയൻ എന്ന് പറയുന്നത്. n എത്രയാണ് അവിടെ? n എന്ന് വെച്ചാൽ എത്ര? ഫ്രീക്വൻസിയുടെ ടോട്ടല് അല്ലെങ്കിൽ അവസാന CF. ഇതിന് തമ്മിൽ എന്തായിരിക്കും? സെയിം വാല്യൂ ആയിരിക്കും. അവസാന CFഉം എൻഡിന്റെ ടോട്ടൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ എത്രയാണ്? 40 + 1/2th ഐറ്റം. ഈ ഐറ്റം എന്നുള്ളത് എഴുതി വെക്കണേ. ടേം അല്ലെങ്കിൽ ഐറ്റം എന്നുള്ളത് പഠിച്ചു വെക്കണം. 41 ഡിവൈഡഡ് ബൈ 2th ഐറ്റം എത്രയാ കിട്ടുക? 41 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 20.5th ഐറ്റം. എടാ 20.5 എന്ന് പറയുന്നത് CFൽ എവിടെ വരും? 20.5. ഇവിടെ 10 വരെ പോകുള്ളൂ. ഇവിടെ 25 ഇൻക്ലൂഡ് ആവണമെങ്കിൽ എന്താണ്? ഇവിടെ അല്ലേ നമ്മളെ ക്ലാസ് സെലക്ട് ചെയ്യേണ്ടി വരാം. നിങ്ങൾ മനസ്സിലാക്കുക, 20.5 എന്ന് പറയുന്നത് 25 എന്ന് പറയുന്ന CFലാണ് വരുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് എക്സ് വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ മീഡിയൻ. അപ്പൊ എത്രയാണത്? 200 ആണ് നമ്മുടെ എന്ത്? മീഡിയൻ എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചോട്ടോ. മീഡിയൻ കാണാൻ ഡിസ്ക്രീറ്റ് സീരീസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പഠിച്ചു വെച്ച് പോകണം, തെറ്റിക്കരുത്, സെറ്റ് ആക്കണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഫൈൻഡ് മീൻ മീഡിയൻ മോഡ് കേട്ടോ. ഫൈൻഡ് മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണ്? ഇത് ഏത് ക്വസ്റ്റ്യൻ ആണ്? ഇത് കണ്ടിന്യൂസ് സീരീസിലുള്ള മീന് മീഡിയൻ മോഡ് കാണാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെ, നല്ല വെയിറ്റേജ് മാർക്കിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഞാൻ എന്ത് ചെയ്ത് ഇവിടേക്ക് എടുത്ത് എഴുതാം കേട്ടോ. വലിയൊരു ഭാഗം നമുക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പേജിലേക്ക് മാറ്റി എഴുതണോ?
ഓക്കെ, അങ്ങനെ ചെയ്യാം. 7, 13, 18, 2. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഫൈൻഡ് മീൻ മീഡിയൻ മോഡ് കേട്ടോ. ഫൈൻഡ് മീന് മീഡിയൻ മോഡ്. മീന് മീഡിയൻ മോഡ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നമുക്ക് എന്താ 2 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്ന് വേജും നമ്പർ ഓഫ് വർക്കേഴ്സും അല്ലേ? വേജും നമ്പർ ഓഫ് വർക്കേഴ്സ്. നമ്പർ ഓഫ് വർക്കേഴ്സ്. എടാ, ഈ നമ്പർ ഓഫ് എന്ന് പറയുന്നതിന്റെ സാധനമാണ് എന്ത്? എഫ് എന്ന് പറയുന്നത് കേട്ടോ. 0, 10, 10, 20, 20, 30, 30, 40. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 30, 40. 7, 3, 18, 2. 7, 3, 18, 2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതാണ് നമ്മുടെ എന്ത് ചോദിച്ചിട്ടുള്ളത്? മീൻ മീഡിയൻ മോഡ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കുക, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഇത് പഠിച്ചു വെച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. ഇത് പഠിച്ചിട്ടേ പോകാവൂ. മീനും മീഡിയനും മോഡ് എന്താണ്? കണ്ടിന്യൂസ് സീരീസിലുള്ള ഒരു ക്വസ്റ്റ്യൻ. എടാ, ഇങ്ങനെ വാല്യൂസ് തമ്മിൽ ഇങ്ങനെ തരുന്ന സാധനമാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഫസ്റ്റ് മീൻ കാണാനുള്ള ഇക്വേഷൻ. മീൻ കാണാൻ കണ്ടിന്യൂസ് സീരീസ് ഇക്വേഷൻ എന്താ? മീൻ കാണാൻ കണ്ടിന്യൂസ് സീരീസ് ഇക്വേഷൻ x bar is equal to sigma fm divided by sigma f. എന്താണ്? sigma fm divided by sigma f. എടാ, ക്വസ്റ്റ്യനില് ഇതാണ് എന്ത്? എക്സ്, ഇതാണ് എന്ത്? എഫ്. എക്സ് നമുക്കറിയാം, എഫ് നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇവിടെ ആരെ അറിയില്ല? എമ്മിനെ അറിയില്ല. എമ്മിനെ അറിയാമോ? നമ്മുടെ എമ്മിനെ അറിയാമോ? അറിയില്ലെങ്കിൽ നമുക്ക് പഠിക്കണം എം. അടുത്ത ബോക്സ് എന്താണ്? എം ആയിരിക്കാം. മിഡ് പോയിന്റ് അല്ലെങ്കിൽ മിഡിൽ വാല്യൂ എന്ന് പറയും. ജസ്റ്റ് ഈ 0, 10 സെന്ററിലുള്ള സംഖ്യ ഏതാ? എടാ, ഈ സൈഡൊക്കെ ലോവർ ക്ലാസ്, ഈ സൈഡൊക്കെ അപ്പർ ക്ലാസ്. ഈ വരയുടെ ഇപ്പുറത്തെ ഭാഗമൊക്കെ ലോവർ ക്ലാസ്, ഈ വരയുടെ ഇപ്പുറത്തെ സൈഡൊക്കെ എന്താണ്? അപ്പർ ക്ലാസ് ആണ്. അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ച് എന്ത് കിട്ടി? മിഡ് പോയിന്റ് കിട്ടി. 0 + 10 എത്രയാണ്? 10. 10 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 5. 10 + 20 30. 30 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 15. 20 + 30 50. 50 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 25. 30 + 40 70. 70 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 35. അങ്ങനെ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ സെന്ററിലുള്ള സംഖ്യ ഏതാ, നടുവിലുള്ള സംഖ്യ ഏതാ, അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ് നമുക്ക് കാണേണ്ടത്? ഇക്വേഷൻ പ്രകാരം സിഗ്മ എന്ന് വെച്ചാൽ ടോട്ടൽ ആണ്. ടോട്ടൽ ഓഫ് എഫ് എം ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പൊ എന്ത് ചെയ്താൽ മതി? എഫ് എം എന്ന് പറയുന്ന ഒരു ബോക്സ് വരയ്ക്കുക. എഫ് എം എന്ന് പറയുന്ന ഒരു ബോക്സ് വരയ്ക്കുക കേട്ടോ. എഫ് എം എന്ന് പറയുന്ന ഒരു ബോക്സ് നിങ്ങൾ എന്ത് ചെയ്യുക? വരച്ചു വെക്കട്ടോ. എഫ് എം എന്ന് പറയുന്ന ഒരു ബോക്സ് വരച്ചു വെക്കുക. ഇത് മതി, ഈ സാധനം കൂടെ മതി. 7 × 5. ഓരോ സാധനം പഠിച്ചു വെക്കുക. ഓരോ സാധനങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മനസ്സിലാക്കി അനലൈസ് ചെയ്തിട്ട് പഠിച്ചു വെക്കട്ടോ. എന്താ നമ്മളിവിടെ ചെയ്യേണ്ടത് നോക്കുക. 7 × 5 എത്രയാണ്? 7 × 5 എത്രയാണ്? എല്ലാവർക്കും അറിയാം, 35 ആണത് അല്ലേ? 35 അല്ലേ? 35. 7 × 5 ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 35. 3 × 15 എത്രയാണത്? 3 × 15 45. 18 × 25 ആണ് നെക്സ്റ്റ് ചെയ്യാനുള്ളത്. അത് എത്ര കിട്ടും നമുക്ക് നോക്കാം. 2 × 35 അല്ലേ? ഈ വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. ഈ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എത്ര കിട്ടും? ഓരോ വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കണം. ഇവിടെ എത്ര കിട്ടാ? 450 ആയിട്ട് കിട്ടാ. ഇത് 450. ഇത് എത്രയാണ്? 70. എന്നിട്ട് ഇതിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയാ? സിഗ്മ എഫ് എം എന്ന് പറയാം. ഇത് മൊത്തം കൂട്ടാം. 35 കൂട്ടണം, 45 കൂട്ടണം, 450 കൂട്ടണം, 70. സിഗ്മ എഫ് എം നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഇവിടെ ആരും കൂടെ കണ്ടുപിടിക്കണം? സിഗ്മ എഫും കൂടെ കണ്ടുപിടിക്കണം. സിഗ്മ എഫ് എത്രയാ? 7 + 3 10. 10 10 10 20. അപ്പൊ എത്രയാണ്? 28 2 30 നമുക്ക് കിട്ടി. അടുത്തത് സിഗ്മ എഫ് എം എത്ര നമുക്ക് കിട്ടുക? സിഗ്മ എഫ് എം നമുക്ക് എത്ര കിട്ടും? ജസ്റ്റ് വാല്യൂസ് കൂട്ടണം. വാല്യൂസ് കൂട്ടും. എത്ര കിട്ടും? 600 കിട്ടും അല്ലേ? വാല്യൂസ് കൂട്ടി എത്ര കിട്ടും? 600 കിട്ടും. നമുക്ക് കിട്ടുന്ന വാല്യൂസ് എത്രയാണ്? 600. 600 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്തി? കിട്ടി. നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ എന്ത് പുട്ട് ചെയ്തെടുക്കുക. 600 ഡിവൈഡഡ് ബൈ 30 എത്ര കിട്ടൂടാ? 600 ഡിവൈഡഡ് ബൈ 30 നമുക്ക് എത്ര കിട്ടും? സിമ്പിൾ ആയിട്ട് നമുക്ക് മീനിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച് എത്രയാണ്? 600 ഡിവൈഡഡ് ബൈ 30 എല്ലാവർക്കും അറിയാം എത്രയാണ്? 20 ആണ്. കിട്ടി, മീൻ കിട്ടി. എത്രയാണ്? 20. ഫസ്റ്റ് മീനിന്റെ പരിപാടി കഴിഞ്ഞു. മീൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആരാണ്? മീഡിയൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ആരാണ്? മീഡിയൻ. നെക്സ്റ്റ് ആരാണ്? മീഡിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരാണ്? മീഡിയൻ കണ്ടുപിടിക്കുക. മീഡിയൻ കാണാനുള്ള കണ്ടിന്യൂസ് സീരീസിൽ ഇക്വേഷൻ എഴുതി വെച്ചോ. L + n/2 - CF all divided by F × H കേട്ടോ. all divided by
എഫ് ഇൻറ്റു എച്ച്, ഓൾ ഡിവൈഡഡ് ബൈ എഫ് ഇൻറ്റു എച്ച്. എടാ ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ മീഡിയന്റെ കാര്യമാണ് നമ്മൾ കണക്കൂട്ടുന്നെങ്കിൽ ഒറ്റ ബോക്സ് വരയ്ക്കുക. ആരാണ്? ഒറ്റ ബോക്സ് വരച്ചാൽ മതി. ആരാണ്? സി എഫ്. ഒറ്റ ബോക്സ്. മീഡിയൻ ആണോ സി എഫ് വേണം. സി എഫ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസി വാല്യൂസ് കൂട്ടുക. ഫസ്റ്റ് എഫ് എത്രയാണ്? 7. 7 + 3 10. 10 + 18 28 അല്ലെ? 28 + 2 എത്രയാണ്? 30. കിട്ടി. ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് വാല്യൂസ് കൂട്ടി പോവാ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ വലിയ ഇക്വേഷനിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്താൽ മതി? ഇതാ ഇയാളെ മാത്രം കൺസിഡർ ചെയ്യുക. ആരാണ്? n/2. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? n/2th ഐറ്റം കണ്ടുപിടിക്കുക. n/2th ഐറ്റം. വേറെ ഒന്നും കാണണ്ട. ആ വലിയൊരു ഇക്വേഷനിൽ n/2 എന്ന് പറയുന്ന ആളെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. n/2 എന്ന് പറയുന്ന ആളെ മാത്രം നിങ്ങൾ നോക്കുക. n/2 എത്ര? n എത്രയാടാ? n എന്ന് വെച്ചാൽ എത്രയാണ്? n എന്ന് വെച്ചാൽ ഇതാ ഈ ഫ്രീക്വൻസിയുടെ ടോട്ടലിയാണ് നമ്മൾ എന്ത് പറയാ? n എന്ന് പറയാ. അല്ല, അവസാന ഫ്രീക്വൻസി എത്രയാണോ അതിനെയാണ് നമ്മൾ n എന്ന് പറയാം. എത്രയാണ്? 30 ആണ്. 30 ഡിവൈഡഡ് ബൈ 2th ഐറ്റം എത്ര കിട്ടും? 15ാമത് ഐറ്റം കേട്ടോ. 15th ഐറ്റം എന്ന് കിട്ടും. 15th ഐറ്റം ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. 15ാമത് ഐറ്റം 15th ഐറ്റം കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. 15ാമത് ഐറ്റം. ഈ 15 എന്ന് പറയുന്നത് സി എഫ് റേഞ്ചിൽ എവിടെ വരും നോക്കുക. ഈ 15ാമത് ഐറ്റം 15th ഐറ്റം എന്ന് പറയുന്നത് സി എഫ് റേഞ്ചിൽ എവിടെ വരും? എടാ ഇവിടെ 7 വരെ ഉള്ളൂ, ഇവിടെ 10 വരെ, ഇവിടെ എത്രയാണ്? 28 അല്ല, 28. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സി എഫ് റേഞ്ച് എവിടെ വരിക? എത്ര വരിക? നമ്മൾ എത്രയിലെ സെലക്ട് ചെയ്യേണ്ടത്? 28 എന്ന് പറയുന്ന റേഞ്ചിലല്ലേ വരിക. 15. ഇവിടെ 10 വരെ ഉള്ളൂ. ബാക്കി 11 മുതൽ ബാക്കി 25 എവിടെ ഇൻക്ലൂഡ് ചെയ്യുക? 28 എന്ന് പറയുന്ന ഭാഗത്താണ് ഇൻക്ലൂഡ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് എഫും റൗണ്ട് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ലോവർ ക്ലാസ്സും അപ്പർ ക്ലാസ്സും റൗണ്ട് ചെയ്യുക. ആ റോ ഒന്നാകെ എന്ത് ചെയ്യുക? നമ്മൾ റൗണ്ട് ചെയ്യുക. ഈ ഭാഗം ആരുതാ? ഇത് മീനിന്റെ ഭാഗമാണ്. അത് മീൻ കണ്ടുപിടിച്ച ഭാഗം മാത്രമാണ്. മീഡിയം കണ്ടുപിടിക്കുന്നത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എൽ എത്രയായിരിക്കും? എൽ നമുക്കറിയാം. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൽ വാല്യൂ എത്രയാണ്? ഇത് ലോവർ ക്ലാസ് അല്ലേ, ഇത് അപ്പർ ക്ലാസ്. അപ്പൊ എൽ വാല്യൂ എത്രയായിരിക്കും? 20. എൽ കിട്ടി. എത്രയാണ്? 20. ഇനി ഓരോന്നാണ് ഇക്വേഷൻ. എൽ നമ്മൾ കണ്ടുപിടിച്ചു. n/2 എത്ര? n/2 നമ്മൾ കണ്ടുപിടിക്കണം. എത്രയാണ്? 15 കിട്ടി. n/2 എത്രയാണ്? 15. സി എഫ് ഇമ്പോർട്ടന്റ് ഘടകം. സി എഫ്. എടാ സി എഫ് എന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സി എഫ് എത്രയാണ്? ഈ റേഞ്ച് ആണ്. ഇതിന് തൊട്ട് മുകളിലുള്ള സി എഫ് എടുക്കാം. മനസ്സിലാക്കാം. നമ്മൾ ഇക്വേഷന് വേണ്ട സി എഫ് എന്ന് പറയും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതിന് തൊട്ട് മുകളിലുള്ള സി എഫ് ആണ്. അത് എത്രയാണ്? 10 ആണ് കേട്ടോ. 10 ആണ്. അടുത്ത എന്താണ്? എഫ്. എഫ് എന്ന് വെച്ചാൽ എത്രയാണ്? നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള 28 എന്ന് പറയുന്ന ക്ലാസ്സിന്റെ എഫ് എത്രയാണ്? അത് 18 ആണ്. 18 ആണ്. എച്ച് എന്ന് വെച്ചാൽ എത്രയാണ്? ഹൈറ്റ് ഡിഫറൻസ്. എടാ ഇവിടുത്തെ കോമൺ ഹൈറ്റ് ഡിഫറൻസ് എത്രയാ? ഹൈറ്റ് ഡിഫറൻസ്. ഇവിടെ ഓരോ വാല്യൂസ് നമ്മൾ വ്യത്യാസം എത്രയാണ്? 10 എന്ന് പറയുന്ന വ്യത്യാസത്തിലല്ലേ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എത്രയായിരിക്കും? അത് 10 ആയിരിക്കും. ഇക്വേഷൻ പുട്ട് ചെയ്തോ. ആൻസർ കണ്ടുപിടിച്ചു. എത്രയാണ്? 20 പ്ലസ് n/2 എത്ര? 15 മൈനസ് സി എഫ് എത്ര? 10 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 10 കേട്ടോ. എത്ര കിട്ടും? 20 പ്ലസ് ഇത് എത്ര കിട്ടാ? 50 ഡിവൈഡഡ് ബൈ 18 എത്ര കിട്ടും? 20 പ്ലസ് നമുക്ക് എത്ര കിട്ടും? വാല്യൂ ഫൈനൽ വാല്യൂ 50 ഡിവൈഡഡ് ബൈ 18 എത്ര കിട്ടും? ഓക്കെ സോറി 50 ഡിവൈഡഡ് ബൈ 18 2.77 അല്ലേ? 2.77 കിട്ടും. 2.77. അപ്പൊ എത്ര കിട്ടും? 22.7 കേട്ടോ. 22.7 നമ്മുടെ എന്ത് കിട്ടി? മീഡിയൻ നമുക്ക് കിട്ടി. മീഡിയൻ വാല്യൂ കിട്ടി. ലാസ്റ്റ് വൺ മോഡ് കേട്ടോ. മോഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹയസ്റ്റ് ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുക. അതിന് മുന്നേ മോഡ് കാണാൻ ഇക്വേഷൻ എന്താ? മോഡ് കാണാൻ എന്താ ഇക്വേഷൻ? എൽ പ്ലസ് d1 ഡിവൈഡഡ് ബൈ d1 പ്ലസ് d2 ഇൻറ്റു എച്ച്. ഇതാണ് മോഡ് കാണാൻ ഇക്വേഷൻ. ഓക്കെ, മോഡ് കാണാൻ ഇക്വേഷൻ. d1 എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ പ്രകാരം ഹയസ്റ്റ് ഫ്രീക്വൻസി കൺസിഡർ ചെയ്യുക. ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാ? എടാ ഇതാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ആ 18 നിന്നും ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്നും തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി കുറയ്ക്കുക. തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി അത് എത്രയാണ്? 18 മൈനസ് 3 അല്ലേ? 18 മൈനസ് 3 എത്രയാണത് കിട്ടുക? 15 കിട്ടും. d2 എന്തായിരിക്കും? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്നും തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി കുറയ്ക്കുക. 2 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടും? 16 കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എൽ എത്രയാണ്? എൽ ഒബ്വിയസ്ലി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ക്ലാസിന്റെ കറസ്പോണ്ടിങ് എൽ വാല്യൂ കറസ്പോണ്ടിങ് ലോവർ ക്ലാസ് 20 ആണ്. എത്ര കിട്ടും? 20 പ്ലസ് d1 എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 16 ഇൻറ്റു 10. എച്ച് എന്ന് വെച്ചാൽ നമുക്കറിയാം 10 ഹൈറ്റ് ഡിഫറൻസ്. ഇതിന്റെ വാല്യൂ എത്ര കിട്ടും?
എത്ര കിട്ടും 20 പ്ലസ് 150 ഡിവൈഡഡ് ബൈ എത്രയാണ് 31 കേട്ടോ 150 ഡിവൈഡഡ് ബൈ 31 എത്ര കിട്ടും നമുക്ക് വാല്യൂ എത്ര കിട്ടും ലാസ്റ്റ് 4.83 ഇവിടെ 20 പ്ലസ് 4.83 4.83 ദ ഫൈനൽ ആൻസർ 24.83 കേട്ടോ 24.83 അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക മീൻ മീഡിയൻ മോഡ് ഇൻ കണ്ടിന്യൂസ് സീരീസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എക്സാമിന് പഠിച്ചു വെച്ച് പോവാ ഓരോ ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ച് സെറ്റ് ചെയ്ത് പോവുക ഓക്കെ ഓരോ ഇക്വേഷൻ പഠിച്ചു വെച്ച് പോവാം മീൻ കാണാനാണെങ്കിൽ എന്ത് കാണണം മിഡ് പോയിന്റ് കാണണം FM കാണണം ഓക്കെ പിന്നെ നമ്മുടെ മീഡിയം കാണുമ്പോൾ CF കാണണം പിന്നെ വലിയൊരു ഇക്വേഷനിൽ n/2 ആയിട്ട് കൺസിഡർ ചെയ്യണം മോഡ് കാണുമ്പോൾ D1 ഉം D2 ആണ് നമുക്ക് വേണ്ടത് D1 എന്ന് വെച്ചാൽ എന്താണ് ഹയസ്റ്റ് ഫ്രീക്വൻസിയിൽ നിന്നും തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസി കുറയ്ക്കുക D2 എന്താണ് സെലക്ട് ചെയ്തിട്ടുള്ള ഹയസ്റ്റ് ഫ്രീക്വൻസി തൊട്ട് താഴെയുള്ള ഫ്രീക്വൻസി കുറയ്ക്കുക പഠിച്ചു വെക്കുക കണ്ടിന്യൂസ് സീരീസിലെ മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിച്ചേ മതിയാവും ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക ഓക്കെ ശരി